അപ്പോൾ ഗൈസ് ഞാൻ എന്താ കുടയൊക്കെ എടുത്തിട്ട് കല്ല് ഷാപ്പിലേക്ക് പോവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ വന്നിട്ട് ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി കള്ള് ഷാപ്പിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പണ്ടത്തെ സെറ്റപ്പൊന്നും അല്ല കേട്ടോ. അപ്പോൾ മറ്റേ ഓല മേഞ്ഞ നമ്മൾ ടി വിയിലൊക്കെ കണ്ട പോലെ ഇത് ഫുൾ ഒരു എന്താ പറയുക AC ഒക്കെ ഇട്ട് ഒരു വൈബ് അടിച്ചിട്ടുള്ളൊരു കള്ള് ഷാപ്പായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നേരെ താഴോട്ട് പോകുമായിരുന്നു. അതാണ് അങ്ങനെ ഒരു ഇറക്കം. പിന്നെ അവിടെ എത്തി അവിടുത്തെ എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കള്ള് ഷാപ്പ് എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോൾ സമാധാനമായി. കാരണം എന്നെപ്പോലെ വേറെ ഒരുപാട് വീഡിയോ എടുക്കുന്ന പെൺപിള്ളേരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ ആൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മെനു നോക്കിയാണ് ഞാൻ ഓരോന്ന് പറഞ്ഞത്. കാരണം എനിക്കറിയില്ല. പിന്നെ അവരുടെ കിച്ചണിൽ കയറിയപ്പോൾ എൻ്റെ അമ്മ എന്തായാലും ചിക്കൻ പാർട്സ്, ബീഫ് കറി, പിന്നെ മുരു എന്ന് പറയുന്നൊരു സാധനം. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം അവിടെ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ ഞണ്ട്. ആ മുരു എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊരു ഈ സാധനമാണത്. ഇത് ഇതാണ് ഭയങ്കര സ്പൈസിയാണ്. പിന്നെ ഒരാൾ കപ്പയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് കപ്പയാണ്. കപ്പയും മുരു, പിന്നെ ഒരു ഫിഷ് കറി, പിന്നെ ഒരു ചിക്കൻ പാർട്സ്. ചട്ടിച്ചോറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേറെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാനും ചെയ്തില്ല. കാരണം ഇത്രയൊക്കെ ആകുമ്പോൾ തന്നെ വേറെ ഫുള്ളോ. പിന്നെ ഇത് അവിടുത്തെ മെനു ആണ്. പിന്നെ കള്ളും ഓർഡർ ചെയ്തു. കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ള് കുടിക്കാതെ എങ്ങനെയാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അത് ഞാൻ കഴിച്ചതാണ് മുരു. എൻ്റെ അമ്മയെ അതിനെപ്പറ്റി ഞാൻ പറയാം, രക്ഷയില്ല എന്ന്. ഞാനിങ്ങനെ എടുക്കുന്നത്രയും കള്ളൊന്നും കുടിച്ചിട്ടില്ല. കുറച്ച് ട്രൈ ചെയ്തോളൂ. ബാക്കി എൻ്റെ ക്യാമറ വുമൺ അവരാണ് തട്ടിയത്. വൈസ് ഇതാണ് ചിക്കൻ പാർട്സ്, പിന്നെ ഫിഷ് കറി, പിന്നെ ഈ മുരു. ഈ സാധനം എന്തോരു ടേസ്റ്റാണെന്നറിയും. ഈ സംഭവം എന്തൊരു സ്പൈസിയാണ്. അത് മാത്രമല്ല മറ്റു റെസ്റ്റോറൻറ്റുകളെ വിട്ട് ഷാപ്പിലെ ഫുഡുകൾക്കെല്ലാം ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ ഞാൻ കപ്പ ഇതാണ്. ഇങ്ങനെയാണ് കപ്പ, നല്ല മാവ് പോലെ പൊടിഞ്ഞിട്ട് അതിലിച്ചിരി മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തട്ടിയാലുള്ള സുഖം ഉണ്ടല്ലോ എൻ്റെ അമ്മേ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പായിരുന്നു. ഞാൻ പോയപ്പോൾ ഒരുപാട് ലേറ്റായി. മഴയായിട്ട് കുറച്ച് നേരം വീട്ടിൽ നിന്ന് താളം ചവിട്ടിയിട്ടാണ് പോയത്. അതുകൊണ്ട് വിശപ്പും എല്ലാം കൂടി ആയപ്പോൾ സെറ്റായി. ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തൊന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ദെൻ എന്താ അവിടുത്തെ 2 പ്ലേറ്റ് അതെൻ്റെ ക്യാമറ വുമണ്ണുള്ളതാണ്. പിന്നെ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് എൻ്റെ അമ്മ എണീക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെ അവർ തല്ലി ഇറക്കുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ചമ്മൽ ഫീൽ ചെയ്തത്. അയ്യോ എന്നുള്ളൊരു ഫീല്. പക്ഷെ ഇപ്പം എന്താ വേറെയും പിള്ളേരുണ്ടായിരുന്നു, അതുകൊണ്ടൊരു കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കാണാം. ബൈ.